അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അച്ചാർ ഒരു ഉപ്പിലാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതെൻ്റെ കാന്താരി മാങ്ങ അച്ചാറാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഷോപ്പിലേക്കും ഇപ്പോൾ വിഷുവും പെരുന്നാളെല്ലാം വരുന്നത്. അപ്പോൾ ആകെ ഇതിപ്പോൾ ഒരു അച്ചാറിന് ഒരാഴ്ച ഇപ്പം ഫസ്റ്റ് കൊടുക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ എൻ്റെ പച്ച മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഇതാണ്. അപ്പോൾ ഇത് മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെത് പിന്നെ ഇത് കോമാങ്ങയാണ് ഞാൻ വാങ്ങിയിട്ട് അച്ചാറില്ല. കാരണം ഈ ഒരു മാങ്ങയല്ല വേറൊരു മാങ്ങ ഞാൻ അച്ചാറിട്ട് കഴിഞ്ഞാൽ എൻ്റെ മാങ്ങൻ്റെ അച്ചാറിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ഈ ഒരു മാങ്ങ അച്ചാറിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. കാരണം ഈ രൂപത്തിലാണ് എന്നോട് അച്ചാർ വാങ്ങുന്ന ആൾക്കാർക്ക് ഈ ഒരു രൂപത്തിലാണ് അച്ചാർ വേണ്ടത്. അപ്പോൾ ഒരു പൊടി മാങ്ങ വെന്ത് പോയില്ലെങ്കിൽ അവർ ഇതെന്താ മാങ്ങ നിങ്ങൾ അച്ചാറെന്താ മാറ്റാൻ വേണ്ടത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരിക്കലും ഞാൻ മാറ്റി കൊടുക്കില്ല. എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നത് അതേ രൂപത്തിൽ തന്നെ ഞാൻ ചെയ്തു കൊടുക്കും. അപ്പോൾ ഈ ഇതാവുമ്പോൾ ഇത് പിന്നെ വാങ്ങിയ ആൾക്കാർ പിന്നെ തന്നെ ഈ ഒരു അച്ചാർ ചോദിച്ചു വാങ്ങും. ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പച്ച മാങ്ങ, പിന്നെ മാങ്ങ അച്ചാർ, കാന്താരി നാരങ്ങ ഉപ്പിലിട്ടത്, സാധാരണ മാങ്ങ അച്ചാർ, വെജിറ്റബിൾ അച്ചാർ എല്ലാം. അപ്പോൾ ഇതെല്ലാം ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചത്. കാരണം നോമ്പായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏതെല്ലാം വിഷുവും പെരുന്നാളും എല്ലാം വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളിത് കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ അച്ചാറിൻ്റെ പിന്നെ ആരും ചോദിക്കും വാങ്ങും ഒന്നും ചെയ്യൂലാണ്. അപ്പോൾ ഞാനിത് നോമ്പ് നോക്കിയിട്ട് തന്നെ ഞാൻ ഈ അച്ചാർ ഞാൻ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഈ അച്ചാർ കുപ്പിയിൽ നടക്കുമ്പോൾ നമുക്ക് നോമ്പില്ല, എനിക്ക് വായിൽ ഇങ്ങനെ വെള്ളം കൊടുക്കും. അച്ചാർ കാണുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ല വായിൽ വെള്ളം കൊടുക്കും. പക്ഷേ അമ്മ ഞാൻ ഇതൊന്ന് മൊത്തം കുപ്പിയിൽ നടക്കട്ടെ. ഇത് ഈ പച്ചമാങ്ങ നടത്തിട്ട് വേണം ഇപ്പോൾ എനിക്ക് മറ്റേ അച്ചാർ നടത്താൻ. പക്ഷേ അമ്മ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ എൻ്റെ മക്കളെ, എൻ്റെ അച്ചാർ ഞാൻ ഇത്രയും അച്ചാർ ഞാൻ ബോട്ടിലാക്കി. ഇനി വെജിറ്റബിൾ അച്ചാർ ചെയ്യണം. നാരങ്ങ അച്ചാർ, നാരങ്ങ ഉപ്പിലിട്ട് ഇത്രയും അച്ചാർ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ. ബീഫ്, ചെമ്മീൻ, കല്ലുമ്മക്കയിൽ മൊത്തം തീർന്നതിന് ഇപ്പോൾ എല്ലാം ഇടണേ. നോമ്പ് കഴിഞ്ഞ് ഇൻഷാല്ലാ നമുക്കിടാം. അപ്പോൾ ഇത്രയും അച്ചാർ ഞാൻ പേക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ഇങ്ങനെ ശരിക്കൊന്ന് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. കാരണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അച്ചാറിൻ്റെ ഈ പേക്കിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും മക്കളെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കണ്ട് പൊന്നു മക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് തരിക, ലൈക്ക് ചെയ്യുക, നല്ല കമൻറ്റ് തരിക ഇൻഷാല്ലാ. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് വരാം. അപ്പോൾ ഞാനിപ്പം വീഡിയോയിൽ കുറച്ച് കുറവ് തന്നെയാണ്. ഫുഡിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ല. ഈ അച്ചാറോട് ഇങ്ങനെ ആകുന്നതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇൻഷാല്ലാ നമുക്ക് നല്ല നല്ല വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഏകദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടെങ്കിൽ മക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുമല്ലോ. അപ്പം ഞാൻ കുറേ ആയി ഞാൻ ഒരു വീഡിയോസൊന്നും ഇങ്ങനെ ഇടാത്തത്. അപ്പം അച്ചാർ പേക്ക് ചെയ്യാൻ കുറച്ച് വിഷമം തന്നെയാണ്. വലിയ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പേക്ക് ചെയ്യാനാണ് ഉണ്ടാക്കുന്നതിനെക്കാളും കൂടുതൽ വിഷമം നമുക്ക് പേക്ക് ചെയ്യണം. അപ്പോൾ ഇനി എല്ലാം മൊത്തം നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കണം. അതും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ എൻ്റെ അച്ചാർ ഞാനിവിടെ ഫുള്ള് ലാബ് ഒട്ടിച്ച് ഞാനിവിടെ ഇങ്ങനെ കണ്ടീഷനാക്കി വെച്ച്. ഇതിപ്പോൾ എനിക്ക് ഓരോരുത്തർക്ക് ആവശ്യം വരുമ്പോൾ എനിക്കിത് കൊടുത്തയക്കാൻ പറ്റും. കാരണം ഇതിപ്പം ബോട്ടിലില്ലാതെ കൊണ്ട് ഞാനിപ്പോൾ നോമ്പായിട്ടൊന്നും ഇതുവരെ കൊടുത്തയച്ചിട്ടില്ല. അപ്പോൾ ഇൻഷാല്ലാ ഇത് കുറച്ച് വീഡിയോയിലെല്ലാം കൊടുത്തയക്കണം. പെരുന്നാളും വിഷു എല്ലാം അല്ലേ വരുന്നത്. അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നല്ല കമൻറ്റ് തരിക. ഇതുപോലെ എല്ലാവരും നല്ല നല്ല അച്ചാർ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്വാളിറ്റി നല്ലതാണെങ്കിൽ നമ്മളെ സാധനം നന്നായിട്ട് പോകും.